+1 ക്ലാസുകൾ ഇന്നു മുതൽ തുടങ്ങി. പക്ഷേ യോഗ്യരായ 31,482 വിദ്യാർത്ഥികൾ ഇപ്പോഴും സ്കൂളിന് പുറത്താണ്. 9A+ കിട്ടിയവർ പോലും ക്ലാസ് മുറി കാണാതെ വീട്ടിലിരിക്കുന്നു. സർക്കാരിനും മന്ത്രിക്കും മാത്രം സീറ്റ് പ്രതിസന്ധിയില്ല. 17,298 അപേക്ഷയെ ഇനി അവശേഷിക്കുന്നുള്ളൂ. MSFനും KSUവിനും പിന്നാലെ SFI സമരരംഗത്തിറങ്ങിയത് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ്. സമരത്തിന് പരിഹാസമാണ് മന്ത്രിയുടെ മറുപടി. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നില്ലല്ലോ, അതൊക്കെ നാളെ അവരെ മനസ്സിലാക്കിക്കുക. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി സമരം ചെയ്യുന്നവരല്ല തങ്ങളെന്ന് SFI. സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് തെരുവിലിറങ്ങി. കൊല്ലം കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ വ്യാപക അക്രമം. നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കനത്ത മഴയിലും ചോരാത്തതായിരുന്നു മലപ്പുറത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മലപ്പുറം ടൗണിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. കോഴിക്കോട് RDDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. വയനാട്ടിൽ MSFും നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ വലിയ സംഘർഷത്തിൽ കലാശിച്ചു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് KSU അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.